ബാംഗ്ലൂർ നമ്മൾ വേഗം കഴിഞ്ഞ് നേരെ വിട്ടു ഹൈദരാബാദിലേക്ക്. ഏകദേശം 600 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച്. നല്ല അടിപൊളി റോഡേനു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു സ്പീഡിലാണ് പോയിന്. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല. അപ്പം അടുത്തുള്ളൊരു വില്ലേജിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. തെലുഗുമേ കേരളമേ വെളുത്തുള്ളി. അങ്ങനെ അവിടുന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഫുള്ള് കൂടിയാണ്. അപ്പോൾ ആടിയുള്ളവർ നമ്മളോട് പറഞ്ഞു വേണേൽ ഫുഡ് നമ്മൾ ആക്കി തരാം, നമ്മളെന്തായാലും ആക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വേണ്ട, അപ്പോൾ നമ്മൾ വേറെ തന്നെ ആയി കഴിച്ചോളാം. അങ്ങനെ അവരോട് യാത്രയെല്ലാം പറഞ്ഞ് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് റോഡ് സൈഡിൽ നിർത്തി ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് തുടങ്ങി. നല്ലൊരു അടിപൊളി നെയ്ച്ചോറും പരിപ്പറിയാക്കി. ഈ ഒരു കോമ്പോ ഒരു രക്ഷയില്ലാത്ത കോമ്പോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ ഹൈദരാബാദേക്ക് വിട്ട് ഏകദേശം ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും ഹൈദരാബാദ് എത്തിയപ്പോഴത്തേക്കും മഴ കണ്ണുപോലും കാണുന്നുണ്ടായില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയിന്. റോഡിലെല്ലാം ഫുള്ള് വെള്ളേനു. മഴ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഫാമിലി ആയിട്ട് പോകുന്നോണ്ടാന്ന് അറിയില്ല, ചെറിയൊരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് നേരെ വിട്ടു ചാർമിനാറിലേക്ക്. അധികം നേരം നമ്മളവിടെ നിന്നില്ല, കാരണം ലേറ്റ് ആയി ഞാൻ അവിടെ എത്തുമ്പോൾ. അങ്ങനെ അതെല്ലാം കണ്ട് ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചില്ലേ മോശമല്ലേ. അങ്ങനെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബിരിയാണി തന്നെ കഴിക്കാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോയി. ഉള്ളത് പറയല, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണീൻ്റെ 100ൽ 1 പോലും ഇല്ല.